ഈ ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചതും നമ്മൾ മനസ്സിലാക്കിയതുമായ കാര്യങ്ങളെ അത് യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണ് എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? അതങ്ങനെയല്ല എന്നാണല്ലോ ഇപ്പോൾ പ്രകാശൻ മാസ്റ്ററിന്റെ വാദങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. മനോരമ അത് ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അവരൊരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുത്തു വെച്ചു. ഏത്? ഞങ്ങൾക്ക് തെറ്റുപറ്റി. ആ തെറ്റുപറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്സിൽ ഒരു പോസിറ്റീവ് സ്റ്റാൻഡാണ്. ആ പോസിറ്റീവ് സ്റ്റെപ്പ് എടുത്തു വെച്ചത് ചർച്ച ചെയ്യേണ്ട മനോരമ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു എന്താണ്, ആർക്കോ വേണ്ടി ഓക്കാനിക്കുക എന്ന് കോട്ടയം ഭാഷയിൽ പറയും. ആർക്കോ വേണ്ടി ഓക്കാനിച്ചൊരു മാപ്പപേക്ഷയാണ് അത് എന്നാണ് നമുക്ക് മനസ്സിലാവുക. നോക്കൂ, ഈ ലാറ്റിൻ ഭാഷയിൽ ഒരു 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 ഉദ്ധരണിയുണ്ട്. മേയാ കുൾപ്പ മേയാ കുൾപ്പ മിയ മാക്സിമ കുൾപ്പ. എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ഈ എൻ്റെ പിഴ ആരുടെയാണ് എന്ന് വ്യക്തമാകണ്ടേ ശ്രീ അയ്യപ്പദാസ്? നോക്കൂ, ഇതിപ്പോ കാരണമെല്ലാം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞു. ഏത്? ഒന്ന്, ഈ അനാവശ്യമായി മലപ്പുറം വിഷയം പറഞ്ഞതിന് പിറ്റേ ദിവസം മുസ്ലിം സമുദായത്തെ വർഗീയവൽക്കരിച്ചതിന്റെ തൊട്ടപ്പുറത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ കാറിൽ ആനയിച്ചിരുത്തി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുപോയത് തെറ്റ്, എൻ്റെ പിഴ. ആര് പറഞ്ഞു? പാർട്ടി സെക്രട്ടറി പറഞ്ഞു. രണ്ട്, ഈ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ നിലവിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്തും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയെ സംരക്ഷിച്ചു പിടിച്ചത് തെറ്റ്. അത് പറയുന്ന സമയത്തും അയാൾ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. N. വാസു, പത്മകുമാർ അടക്കമുള്ളവരെ ഇപ്പോഴും പാർട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, കാരണങ്ങളെല്ലാം പാർട്ടി പറയുമ്പോൾ ഈ കാരണങ്ങളുടെയൊക്കെ കാരണഭൂതനാരാണെന്ന് പറയണ്ടേ? അവിടെയാണ് പ്രശ്നം. പ്രകാശൻ മാസ്റ്റർ ആ കാരണഭൂതത്തിലേക്ക് അല്ലെങ്കിൽ കാരണഭൂതനിലേക്ക് ചർച്ച എത്തുന്നതിലാണ് ഇത്രമാത്രം വിരൽ പിടിക്കുന്നത്. ഇതിന്റെയൊക്കെ കാരണം ആരാണ്? ബേസിക്കായി ഈ സർക്കാർ, അതായത് കഴിഞ്ഞ സർക്കാർ, LDF സർക്കാർ എടുത്തു വന്ന നയങ്ങളും നിലപാടുകളും ആണ് പ്രശ്നമായി മാറിയത്. അത് നിങ്ങൾക്കും വ്യക്തമായി. ഏത്? മലപ്പുറത്തെ പറ്റി ഒരു വർഗീയ പരാമർശം പറയുന്നതിന് പിറ്റേ ദിവസം മുഖ്യമന്ത്രിയാണല്ലോ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾക്ക് കളക്റ്റീവ് ലീഡർഷിപ്പാണ് എന്ന് വേണം പറയാം. കളക്റ്റീവ് ലീഡർഷിപ്പുമായിട്ട് ഇരുന്ന് ആലോചിച്ച് ഇപ്പോ അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർത്തിട്ടല്ലോ മുഖ്യമന്ത്രി പിറ്റേ ദിവസം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുന്നത് അല്ലല്ലോ. അപ്പൊ അത് കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഒന്നും പറയാൻ പാടില്ല, മുൻ മുഖ്യമന്ത്രി ഒന്നും പറയാൻ പാടില്ല എന്ന പരിചയം നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ട്, കടക്ക് പുറത്തുനിന്നും വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അവൈലബിൾ PVO സെക്രട്ടേറിയറ്റോ വിളിച്ചു ചേർത്തിട്ടല്ലോ, അല്ലെ MV ഗോവിന്ദൻ എഴുതി കൊടുത്ത കുറിപ്പടി നോക്കി വായിച്ചിട്ടല്ലോ. അതും പിണറായി വിജയന്റെ തന്നെ ശൈലിയുടെ പ്രശ്നമായിരുന്നു. ആ ശൈലി പ്രശ്നത്തെയാണ് ആര് ചോദ്യം ചെയ്തത്? ജനം ചോദ്യം ചെയ്തത്. ചരിത്രത്തിൽ ഇന്നുവരെ നിയമസഭാ ചരിത്രത്തിൽ, തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് തോൽവി CPM-ന് നേരിടേണ്ടി വന്നില്ലേ? അപ്പോഴും എന്നിട്ടും ആ CPM പ്രതിപക്ഷത്തിരിക്കുമ്പോ കിട്ടാവുന്നതിൽ ഏറ്റവും മുഴുത്ത അൽവാകഷ്ണം ആർക്ക് കൊടുത്തു? പിണറായി വിജയന് കൊടുത്തു. ഏത്? അധികാരത്തിന്റെ ഏറ്റവും മുഴുത്ത, ഏറ്റവും സോഫ്റ്റായ, ഏറ്റവും മികച്ചതായ അലുവാകഷ്ണം പിണറായി വിജയന്. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ പിഴ എന്ന് ഏറ്റുപറഞ്ഞ എല്ലാ കാരണങ്ങളുടെയും കാരണഭൂതന് എടുത്തു കൊടുത്തിട്ടാണ് CPM ചർച്ചയ്ക്കിരിക്കുന്നത്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന ഒരു മാപ്പപേക്ഷയാണ് ഇത് എന്നത് നമുക്ക് ബോധ്യപ്പെടുന്നത്. രണ്ട് കാര്യങ്ങൾക്ക്, പ്രകാശ് മാസ്റ്ററിന്റെ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറയണം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അങ്ങ് ചോദിച്ചല്ലോ, ഈ പറയുന്ന രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്ന പോലീസ് അട്രോസിറ്റിയെ, തലയടിച്ച് തലച്ചോറ് വെളിയിടുന്നതിനെ രക്ഷാപ്രവർത്തനം എന്ന് ന്യായീകരിക്കുന്ന ക്യാപ്സ്യൂൾ ഫാക്ടറിയുടെ മാനേജറായി അന്നത്തെ മുഖ്യമന്ത്രി മാറിയതിനെ അങ്ങ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കൂത്തുപറമ്പിനെ പറ്റിയാണ്. ഒരു കാര്യം ഞാൻ പ്രകാശ മാസ്റ്ററെ സൂചിപ്പിക്കാം. എന്തായിരുന്നു കൂത്തുപറമ്പിൽ നിങ്ങളുടെ സഖാക്കൾക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന സമരത്തിന്റെ അന്നത്തെ DYFIയുടെ മുദ്രാവാക്യം, ആവശ്യം അത് ശാസ്ത്രീയ വിദ്യാഭ്യാസം 20% പ്രൈവറ്റൈസ് ചെയ്യരുത് എന്നായിരുന്നു. എന്നാൽ ശാസ്ത്രീയ വിദ്യാഭ്യാസം 100% പ്രൈവറ്റൈസ് ചെയ്ത ഗവൺമെന്റിന്റെ പേര് പിണറായി വിജയൻ ഒന്നാം ഗവൺമെന്റ് എന്നാണ്. അത് ക്യാബിനറ്റ് ഡിസിഷനാണ്. അതായത് കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെ പേര് ഇനി അധികം പറയാതിരിക്കുന്നതെന്നാൽ ആ സമരത്തെ വഞ്ചിച്ചവരാണ് നിങ്ങളുടെ സർക്കാർ, ഒന്നാം പിണറായി ഗവൺമെന്റ്. രണ്ട്, അദ്ദേഹം പറഞ്ഞല്ലോ, ഏത്? ആന ചവിട്ടുന്ന വിഷയം, അതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന് ഉത്തരവാദിത്തമില്ല. ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, പക്ഷെ അത് മോറൽ ഉത്തരവാദിത്തമാണ്. ധാർമ്മികപരമായി ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഞങ്ങളുടെ ഗവൺമെന്റ് വന്നിട്ട് 20 ദിവസമായുള്ളൂ, 30 ദിവസമായുള്ളൂ എന്ന് പറഞ്ഞ് തടി തട്ടുന്നത് ശരിയല്ല. എന്നാലൊരു കാര്യമുണ്ട്, ഈ വിഷയം ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധികൾ, മന്ത്രിമാർ അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. നേരത്തെ അയ്യപ്പദാസ് സൂചിപ്പിച്ചതുപോലെ സൂംബ ഡാൻസ് കളിക്കാൻ പോവുകയല്ലായിരുന്നു വനമന്ത്രി ഷിബു ബേബി ജോൺ എന്നതൊക്കെ മനസ്സിലാക്കി. ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരു നിമിഷം പോലും കിട്ടില്ല. ഒരു 10 വർഷം മുമ്പത്തെ സമയമൊന്നും ഇന്ന് കിട്ടില്ല. ഒരു നടപടി, ഒരു വാക്ക്, ഒരു ആക്ഷൻ ഇല്ലായ്മ ഒക്കെ അത്ര പെട്ടെന്ന് വിലയിരുത്തപ്പെടും, വിമർശിക്കപ്പെടും, ഒക്കെ സംഭവിക്കും. അപ്പോൾ ഈ എത്ര ദിവസമായി അവിടെ MLA ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ സർക്കാർ എത്ര എന്നുള്ളതൊന്നും ഇനി ജനം കണക്കിലെടുക്കില്ല.
അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ മാനന്തവാടി മണ്ഡലത്തിൽ ആണത് സംഭവിച്ചതെങ്കിൽ അവിടെ മുമ്പ് മരണം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ആനമതിലിന്റെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവിടേക്ക് ആനമതിൽ എന്ന് പറയുന്ന സ്ഥലത്തൊന്നുമില്ല, ഉള്ളിടത്ത് പലയിടത്തും വൈദ്യുതിയിലേക്ക് പ്രവഹിക്കുന്നില്ല എന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രയോറിറ്റി ആക്കി എടുത്ത് ഇപ്പൊ ചെയ്യണം സാർ. നിങ്ങളിപ്പോ ഈ സർക്കാരിന്റെ 5 വാഗ്ദാനങ്ങളിൽ 2 നടപ്പാക്കാൻ പോകുന്നുണ്ടല്ലോ, ഒന്ന് ഭാഗികമായിട്ടേ ചെയ്യുന്നുള്ള ഒരു ആക്ഷേപം ഇവർ പറയുന്നു. അതോടെ നിൽക്കട്ടെ. പക്ഷേ അതാത് MLA-മാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്തായിരുന്നു, മനുഷ്യജീവൻ എടുത്ത അവസ്ഥയാണ്. അപ്പൊ അതിന് നിങ്ങൾ ഈ 6 മാസവും 1 വർഷവും ചോദിക്കരുത്. എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം അത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മേൽ അർപ്പിതമായിട്ടുള്ള കടമയാണിപ്പോ. ഉറപ്പായിട്ടും ശ്രീ അയ്യപ്പദാസ്, എൻ്റെ നാട് കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു 16 കിലോമീറ്റർ അപ്പുറത്തെ എരുമേലിയിൽ വീട്ടുമുറ്റത്ത് രാവിലെ റബ്ബർ വെട്ടാൻ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടുമുറ്റത്ത് കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന ഗൃഹനാഥനെ കാട്ടുപോത്ത് കുത്തിക്കൊന്നു. അങ്ങനെ വനമേഖലയിൽ വന്യജീവി പ്രശ്നം വളരെ അതിൻ്റെ അങ്ങേയറ്റത്താണ് പോയി നിൽക്കുന്നത്. അത് വനമന്ത്രി പറഞ്ഞത് ശരിയാണ്, നമുക്ക് അംബ്രാക്ക ഉംബ്ര എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് പരിഹരിക്കാൻ പറ്റില്ല. ഞാൻ അതിൽ 2 കണക്കുകൾ സൂചിപ്പിക്കാം. ഒന്ന്, 420 കോടി രൂപയാണ് കേന്ദ്രം കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിന് വേണ്ടി മാറ്റിവെച്ചത്. ലാപ്സാക്കി കളഞ്ഞത് 320 കോടിയാ അന്നത്തെ കേരള സർക്കാർ. 2, കഴിഞ്ഞ 2 ബഡ്ജറ്റിലും, അതായത് ബാലഗോപാലിന്റെ ബഡ്ജറ്റാണ്, 2 ബഡ്ജറ്റിലും 25 കോടി വീതം മാറ്റിവെച്ചു. എന്തിനാണെന്ന് അറിയാമോ? വനം, വന്യജീവി, മനുഷ്യ ഒരു റാപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ആ 25, 50 കോടി രൂപയ്ക്ക് എന്താണ് സർക്കാർ ചെയ്തതെന്നൊരു ചോദ്യമല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് അന്ന് അങ്ങനെയല്ലേ എന്ന ചോദ്യം ദയവായി എടുക്കരുത്. ഇത് നമ്മൾ എല്ലാ കാലത്തും മുൻ സർക്കാരുകളെ വിമർശിക്കാൻ, ജനത്തിന് ആ വിമർശനത്തിന് ഇനി പ്രസക്തിയില്ല. LDF-ന്റേത് പല ഭരണ നേട്ടങ്ങൾ ഉണ്ടായിട്ട് പോലും അവരിങ്ങനെ പടുകുഴിയിൽ വീണെങ്കിൽ ജനം അത്രത്തോളം അൺഹാപ്പി ആയിരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അന്നങ്ങനെയല്ലേ എന്നെടുത്ത് നിങ്ങൾ പൂട്ടിവെക്കണം. അല്ല, ഒരിക്കലും ഇല്ല അയ്യപ്പദാസ്. അങ്ങനെ ഒരു ഏതാ പറഞ്ഞത്, ബെയിൽ, മുൻകൂർ ജാമ്യം എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. 2 രീതിയിൽ നമുക്ക് ആക്ഷനുകൾ എടുക്കാം. ഒന്ന്, ശൈലി പ്രശ്നത്തിലായിരുന്നു ഈ കഴിഞ്ഞ സർക്കാർ വെളിയിൽ പോയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പൂർണ്ണമായും. ഒരു പരിധി വരെ ആ ശൈലി പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ കാര്യത്തിലാവട്ടെ, മറ്റുള്ള കാര്യങ്ങളിലാവട്ടെ. പക്ഷേ ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജനത്തെ നേരിട്ട് ബാധിക്കുന്ന വനം, വന്യജീവി പ്രശ്നങ്ങളിലൊക്കെ ബഡ്ജറ്റിലൂടെയാണ് അതിനകത്ത് പരിഹാരം ഉണ്ടാവേണ്ടത്. പുതിയ ഇന്നോവേറ്റീവ് മാർഗങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്, അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് അതിൻ്റെതായുള്ള ടൈം കൺസ്യൂമിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പൂർണ്ണമായും വിട്ടു നിൽക്കാൻ ഈ സർക്കാർ തയ്യാറുമല്ല. ശരി, 2 കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ CPM പറയും ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ്. മോദി പറയും മാവോവാദി, മുസ്ലിം ലീഗ്, കോൺഗ്രസ്. അപ്പൊ 2 പേരുടെ ശബ്ദം, ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. പണ്ടെങ്ങാനും അച്ഛൻ മുണ്ടക്കയത്ത് ചായക്കട നടത്തിയിരുന്നു എന്ന് സിനിമയിൽ ചോദിക്കുന്ന പോലെയാണ്. ഇവർ 2 പേരും പറയുന്നത് ഒരേ രാഷ്ട്രീയമാണ്. ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ വലിച്ചു കെട്ടി എന്നിട്ട് അതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊരു പേരിടുക. ഇപ്പൊ എന്താണ് പ്രകാശൻ മാസ്റ്റർ ഈ ചർച്ചയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഇവർ ഉപതെരഞ്ഞെടുപ്പുകളിൽ തോറ്റപ്പോ, ഇവർ ലോക്സഭയിൽ തോറ്റപ്പോ അന്ന് പ്രശ്നം ജനം അത് മനസ്സിലാക്കിയില്ല. ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം തിരിച്ചറിയാനുള്ള ലെവലിലേക്ക് ജനം വളർന്നില്ല എന്നുള്ളതായിരുന്നു. അതായത് ജനം ആത്യന്തികമായി പറഞ്ഞ ജനം പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയത് എന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഇവരുടെ ആഖ്യാനം. പക്ഷെ ഇന്ന് പ്രകാശൻ മാസ്റ്ററിന്റെ ചർച്ച കേട്ട് കഴിഞ്ഞാൽ മനോരമയും മറ്റു മാധ്യമങ്ങളും പാർട്ടി ക്ലാസ് കൂടാത്തതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയത്, ഞങ്ങളുടെ തോൽവിയുടെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങളൊരു മാധ്യമ സിൻഡിക്കേറ്റായി, പിണറായി വിജയന്റെ തന്നെ പഴയ ഭാഷ പറഞ്ഞാൽ മാധ്യമ സിൻഡിക്കേറ്റായി പ്രവർത്തിച്ചതിന്റെ പ്രശ്നമാണ് എന്നാണ്. ഇവർ ഏത് പോയിന്റിലായിരുന്നു നിന്നിരുന്നത്, അവിടെ നിന്ന് 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കേണ്ടി വരിക. ആർക്കോ വേണ്ടി ഓക്കാനിക്കാൻ വേണ്ടി, വരുത്തി തീർക്കാൻ വേണ്ടി. ഞങ്ങൾ തോറ്റു എന്ന് ജനത്തിന് മനസ്സിലായി. ഇത് എത്ര കടന്ന് ന്യായീകരിച്ചാലും, എത്ര കടന്നത് പരത്തിയെടുത്താലും ചപ്പാത്തി വരക്കില്ല എന്ന് പറയുന്ന പോലെ, എത്ര മെഴുകിയാലും മെഴുക്കങ്ങട് ഒക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ ഞങ്ങൾ തോറ്റു എന്നത് തുറന്നു പറഞ്ഞേക്കാമെന്ന് അവർ കാണിക്കുകയാണ്. അതിൽ നമുക്ക് സന്തോഷമുള്ളതേ, അവർ തോറ്റു എന്നത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട്. ഒരൊറ്റ കാര്യം കൂടി ശ്രീ വസന്ത്, നിങ്ങൾ ജയിച്ചവരാണ്, ജയിച്ചവർക്ക് ഒരുപാട് ആലോചിക്കാനില്ല. പക്ഷെ അപ്പോഴും BD സതീശൻ ഒരു കാര്യം പറഞ്ഞു, എങ്ങനെ ഇത്ര വലിയ വിജയം ഉണ്ടായെന്ന്. എന്നാലും CPM-നെ പോലെ അത്ര വലിയ പണിയില്ലല്ലോ, പരാജയം പഠിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവർ ഇന്നലെ MV ഗോവിന്ദൻ ഉന്നയിച്ച പോലെ 30ഓളം മണ്ഡലങ്ങളിലുള്ള ഡീൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ, ചിലയിടത്ത് കോൺഗ്രസ് UDF BJP കൊടുത്തു, ചിലയിടത്ത് ഇങ്ങോട്ട് കിട്ടി. ഇത് വസ്തുതാവിരുദ്ധമാണെന്നൊക്കെ തെളിയിക്കാൻ നിങ്ങൾ കുറച്ചുപേര് തുനിഞ്ഞിറങ്ങണം, എന്നിട്ട് വ്യക്തമായ മറുപടി പറയണം. അല്ലാണ്ട് ഇതിങ്ങനെ വർഷങ്ങളോളം ആകാശത്ത് ഏറൽ നിൽക്കരുത്.
അതിന് അധിക സമയത്തിന്റെ ആവശ്യമില്ല. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഇപ്പോൾ BJP ജയിച്ച നേമത്ത് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ബാക്കി 2 മണ്ഡലങ്ങളിലും CPM-ന്റെ വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാക്കി 2 മണ്ഡലങ്ങളിലും CPM സെറ്റിൽ ചെയ്തോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 2, ഇവർ കാലങ്ങളായി എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ക്യാപ്സ്യൂളാണ് തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞാണ് സുരേഷ് ഗോപി ജയിച്ചത്. നമ്മൾ ഏതാണ് അയ്യപ്പദാസ്, അങ്ങ് വളരെ സീനിയറായ ഒരാളല്ലേ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഏതാണ് ബെഞ്ച് മാർക്കായി എടുക്കുക കമ്പയർ ചെയ്യാൻ വേണ്ടി? റീസെന്റ് ഇലക്ഷൻ ആണല്ലോ. അങ്ങനെ റീസെന്റ് ഇലക്ഷൻ എടുത്താൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബെഞ്ച് മാർക്കായി എടുക്കുക. അങ്ങനെ എടുത്താൽ 1,36,000 വോട്ട് കുറഞ്ഞത് CPM-ന്റെ ആണ്. അപ്പൊ അവിടെയും CPM-ന്റെ വോട്ടാണ് BJP-യിലേക്ക് പോകുന്നത്. CPM-ന്റെ വോട്ട് BJP-യിലേക്ക് വലിയ രീതിയിൽ ഒഴുകുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ൽ 2 സീറ്റുകളിലും ഏറ്റവും കൂടുതൽ വോട്ട് നഷ്ടപ്പെട്ട അവർക്കാണ്. നോക്കൂ, ഞങ്ങളുടെ പല സ്ഥാനാർത്ഥികളും, ഞങ്ങളുടെ 5000-ൽ താഴെ വോട്ടിന് ജയിച്ച സ്ഥാനാർത്ഥികൾ 5 പേരാണ്. ബാക്കി എല്ലാവരും 5000-ന് മുകളിലാണ്. 10,000-ൽ താഴെ ജയിച്ചവർ 8 പേരേ ഉള്ളൂ. ബാക്കി വരുന്ന ഏതാണ്ട് ബഹുഭൂരിപക്ഷം 80-ലേറെ സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുന്നത് 10,000-ലേറെ വോട്ടിനാണ്. എന്നാൽ ഇവരുടെ ഏറ്റവും ലെഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന KN ബാലഗോപാൽ കടന്നു കൂടിയത് എത്ര വോട്ടിനാ? 1000-ൽ താഴെ വോട്ടിനാ. അപ്പൊ 6 വോട്ടിലാണ് ഒരു വലിയ ചോർച്ച ഉണ്ടായിരിക്കുന്നത്. CPM-ന്റെ വോട്ടില്ല. ആ വോട്ട് പലയിടങ്ങളിലും കൂടിയിരിക്കുന്നത് BJP-ക്കാണ് എന്നതിൽ യാതൊരു സംശയം വേണ്ട. BJP-യുമായി ഡീല് കഴിഞ്ഞ ഒരു 10 സെക്കൻഡ് ഞാൻ അവസാനിപ്പിക്കുക അയ്യപ്പദാസ്. BJP-യുമായി കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഡീല് വെച്ചത് ഇവരാണ്. കാരണം അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ, ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇവർ അധികാരത്തിന് വെളിയിൽ പോകുന്നോടം വരെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ ലൈഫ് മിഷൻ കേസിൽ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം എന്ന് ED രേഖപ്പെടുത്തി കോടതിയിൽ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഒരു ക്രൈം നടന്നാൽ അതിന്റെ പ്ലേസ് ഓഫ് ഒക്കറൻസിലാണ് ഏറ്റവും ആദ്യം അന്വേഷണ ഏജൻസി എത്തേണ്ടത് എന്നാണ് ഞങ്ങളടക്കമുള്ള അഭിഭാഷകർ പഠിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസായ ശിവശങ്കരന്റെ കൂടി ഓഫീസായ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ട് പോലും ആ ഓഫീസിലേക്ക് കേന്ദ്ര ഏജൻസിക്ക് എത്താൻ പറ്റാത്തത്? അതൊരു ഡീലിന്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾ ആരോപിക്കുമ്പോൾ അത് ജനത്തിന് വിശ്വാസമായതുകൊണ്ടാണ് ഞങ്ങൾ 102-ലേക്ക് വളർന്നതും ഇവർ 30-ൽ താഴെയിലേക്ക് കുറഞ്ഞതും. വീണ്ടും അത് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ നാണം കിടുന്നത്?